കുഴിക്കുമ്പോൾ അടി പാറ ഉണ്ടാവും. പാറയിൽ നിന്ന് ഞങ്ങൾ പിന്നെ കളച്ച് വരുമ്പോഴാണ് ഇതിന് ഇപ്പോൾ 1 ഗ്രാമൊക്കെ ഉണ്ടാവും. ഇപ്പം കമ്മിയാണ്. സ്വർണ്ണ കയ്യിലിട്ടിട്ട് നമ്മളിങ്ങനെ വരയ്ക്കും. വരച്ചിട്ട് ഇത് പിന്നെ നമുക്ക് ഈ ശീല തുണിക്കടനല്ലേ അതിലേക്ക് വെക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. അപ്പോൾ തങ്കമായിട്ട് ഇപ്പോൾ ഇത് വെള്ള കളറല്ലേ, ഇതേ വെള്ള കളർ ഉണ്ടാവും. അത് ചൂടുമ്പോൾ അത് മഞ്ഞ കളർ. ഞങ്ങളെ അച്ഛനമ്മ ഞങ്ങൾ ചെറുപ്പക്കുട്ടിക്ക് തൊട്ടിങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചിങ്ങനെ ആയിട്ട് പഠിപ്പിക്കും. പിന്നെ ഓരോ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തുടങ്ങി ഇനിയിപ്പോൾ ഞങ്ങളെ മക്കൾക്കും ഇങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ തൊഴിൽ തന്നെ കുടുംബത്തിന് ഒരു പ്രശ്നമില്ലാതെ പട്ടിണി പാടില്ലാതെ കഴിഞ്ഞ് പോകാനുള്ള രീതിയിൽ നമ്മളെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു തന്നിട്ട് ഇങ്ങനെ പോകും. ഒരു ദിവസം ചിലപ്പം ഞങ്ങൾ ഇന്നലെയൊക്കെ പണിയെടുത്ത് പിന്നെ 700 റുപ്യക്കാണ്. ചിലപ്പം ഭാഗ്യം പോലെ ഉണ്ടാവും. ചിലപ്പോൾ 1000, 2000, 3000 റുപ്യൊക്കെ കിട്ടും. ചിലപ്പം 500 റുപ്യ, ചിലപ്പോൾ 200 റുപ്യ കിട്ടും. അങ്ങനെയൊക്കെ കഴിഞ്ഞിങ്ങനെ പോകണം. തൈകളെടുത്തിട്ട് മരുന്ന് ഒഴിച്ചിട്ട് ചട്ടന്മാർ കൊണ്ടുവിട്ടിട്ട് അവർ ചുട്ടിട്ട് സാധാ തങ്കം തന്നെ ആക്കിയത്. വയനാടിൻ്റെ പുരാതന ചരിത്രാവശിഷ്ടങ്ങൾ വനാന്തരങ്ങളിലെമ്പാടും ചിതറിക്കിടക്കുന്നു. സംസ്കാര സമ്പന്നമായൊരു സമൂഹം പണ്ടെങ്ങോ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളാണവ. തരിയോട്, തവിഞ്ഞാൽ, മേപ്പാടി, വൈത്തിരി, ചുണ്ട, ചൂരൽമല, തലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇംഗ്ലീഷ് ഭരണകാലത്ത് വയനാട്ടിലെ പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രങ്ങൾ. വയനാട്ടിൽ പലയിടങ്ങളിലുമായി ഇന്നും കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ സാന്നിധ്യമുണ്ടെന്നാണ് കേന്ദ്ര ജിയോളജിക്കൽ വകുപ്പിൻ്റെ അഭിപ്രായം. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വർണ്ണ ഖനന കേന്ദ്രമായിരുന്നു തരിയോടിലേത്. AD 200 ഇന്ത്യയിൽ സ്വർണ്ണ ഖനനം ആരംഭിച്ചുവെന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നാൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇടപെടുന്നതോടുകൂടിയാണ് വിശദമായൊരു ഖനനം ഇവിടെ നടന്നത്. ഇന്ത്യയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ സ്വർണം അരിച്ചെടുക്കാനുള്ള യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാനായിരുന്നുവെന്നാണ് ചിലരുടെ അഭിപ്രായം. കോലാർ, ഹുട്ടി, ഗദാഗ്, രാമഗിരി, ഹോനല്ലി, മലബാർ എന്നിവിടങ്ങളിലായിരുന്നു ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ ഖനന കേന്ദ്രങ്ങൾ. കർണാടക സംസ്ഥാനത്ത് കോലാർ സ്വർണ്ണഖനി ലോകത്തിലെ തന്നെ 2ാമത്തെ ആഴമേറിയ സ്വർണ്ണഖനിയായി വിലയിരുത്തുന്നു. 2-3 നൂറ്റാണ്ടുകൾ മുതലേ കോലാറിൽ ചെറിയ തോതിലുള്ള സ്വർണ്ണ ഖനനങ്ങൾ നടന്നതായി ചരിത്രം സാക്ഷ്യം ചെയ്യുന്നുണ്ടെങ്കിലും 1802 സർവേയിലൂടെ
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധ നേടിയതിനെ തുടർന്നാണ് ഇവിടെ കാര്യമായ സ്വർണ്ണ ഖനന പ്രക്രിയകൾ നടന്നത്. 1873 ഇവിടെ ആധുനിക രീതിയിലുള്ള ഖനനം ആരംഭിച്ചു. 1890കളിൽ ജോൺ ടെയ്ലർ ആൻഡ് കമ്പനി എന്ന ബ്രിട്ടീഷ് സ്വർണ്ണ ഖനന കമ്പനിയാണ് ഇവിടെ നിന്നും ഏറ്റവും ഉയർന്ന തോതിൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിച്ചത്. 1905 19.5 ടൺ സ്വർണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിലെ സ്വർണ്ണ ഉൽപ്പാദനത്തിൽ 6ാം സ്ഥാനത്തെത്തി. എന്നാൽ കുറഞ്ഞുവരുന്ന ധാതു നിക്ഷേപവും വർദ്ധിച്ച ഉൽപ്പാദന ചെലവും കാരണം ഈ പല ഖനികളും ഉപേക്ഷിക്കപ്പെട്ടു. 2001 കോലാറിലെ ഖനന പ്രക്രിയകൾ നിർത്തിവെച്ചു. 2007 കണക്കനുസരിച്ച് ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ഉൽപ്പാദനം 2.490 ടണ്ണായി കുറഞ്ഞു. വയനാട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്താണ് വ്യാപകമായിട്ട് സ്വർണ്ണഖനനം നടന്നിരുന്നതെങ്കിലും BC 500 തന്നെ മലബാറിൽ, വിശേഷിച്ചും വയനാട് നീലഗിരി പ്രദേശങ്ങളിൽ നിന്ന് ഇത്തരം തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് സ്വർണം ശേഖരിക്കുന്ന ഒരു സമ്പ്രദായം നിലവിലിരുന്നു. ബ്രിട്ടീഷുകാർ മലബാറിൻ്റെ ഭരണം ഏറ്റെടുത്തതിന് ശേഷം വയനാട്ടിലെ സ്വർണ്ണ ഖനനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ ചുമതലപ്പെടുത്തുന്നത്. അത് ഒരു കിങ് എന്ന് പറയുന്ന ഒരു ജിയോളജിസ്റ്റാണ് വയനാട് നീലഗിരി പ്രദേശങ്ങളിൽ നിന്ന് സ്വർണ്ണ ഖനനത്തിൻ്റെ സാധ്യതകളെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഒരു ശാസ്ത്രീയ പഠനം നടത്തിയത്. അതായത് കോളാറിൽ സ്വർണത്തിൻ്റെ സാധ്യതകൾ പഠിക്കപ്പെടുന്നതിന് മുമ്പാണ് വയനാട്ടിൽ ഈ സ്വർണ്ണഖനനത്തെക്കുറിച്ചുള്ള സാധ്യതകൾ പഠിക്കാൻ തുടങ്ങിയത്. വയനാട്ടിൽ നിന്നുള്ള പ്രകൃതി വിഭവ ശേഖരണവും വയനാട് വഴിയുള്ള ചരക്ക് കിടത്തലും ക്രിസ്തുവർഷം 3ാം നൂറ്റാണ്ടോടെ ആരംഭിച്ചിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഈ പ്രക്രിയ ആദ്യഘട്ടങ്ങളിൽ റെയ്ഡുകളുടെ രൂപത്തിലായിരുന്നുവെന്ന് മാത്രം. 1800 മെയ് 20 മലബാറിനെ ബോംബെ പ്രവിശ്യയിൽ നിന്നും മദിരാശി പ്രവിശ്യയിലേക്ക് മാറ്റി. 1837 ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ സ്വത്ത് സമ്പാദിക്കാൻ അനുവദിക്കുന്ന നിയമം വന്നതോടെ വയനാട്ടിൽ യൂറോപ്യൻ വ്യവസായം വ്യാപകമായി. തോട്ടം കൃഷികളും വനവിഭവ ചൂഷണവുമായിരുന്നു പ്രധാന ലക്ഷ്യം. ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് കീഴിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തൊഴിലാളികളെ മോചിപ്പിച്ച് കുറഞ്ഞ വേതനത്തിൽ തോട്ട വ്യവസായ മേഖലയ്ക്ക് കൊണ്ടുവരാൻ 1843 അടിമത്ത നിരോധന നിയമത്തിന് കഴിയുമെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ കണക്കുകൂട്ടൽ. എങ്കിലും വയനാട്ടിലെ തോട്ടപ്പണികൾക്ക് ഏറനാട്, കോയമ്പത്തൂർ, സേലം, മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവരേണ്ടി വന്നു. 1866 വയനാട്ടിലെ ആദ്യത്തെ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറായി ക്യാപ്റ്റൻ ഗിബ് നിയമിക്കപ്പെട്ടതോടെയാണ് ബ്രിട്ടീഷുകാർ വയനാടൻ കാടുകൾ അമിതമായി ചൂഷണം ചെയ്യാൻ തുടങ്ങിയത്. അനേകം ഏക്കർ വനം നശിപ്പിക്കപ്പെട്ടു. നല്ല ഇനം മരങ്ങൾ മുറിച്ചു മാറ്റി പകരം തേക്കിൻ തോട്ടങ്ങൾ ഉണ്ടാക്കി. റെയിൽവേ സ്ലീപ്പറുകൾ ഉണ്ടാക്കാനും വിദേശത്തേക്ക് കയറ്റി അയക്കാനും വേണ്ടിയായിരുന്നു തേക്ക് നട്ടത്. ലേഡി സ്മിത്ത് എന്നറിയപ്പെട്ടിരുന്ന ലിസി സ്മിത്ത് തരിയോട്, പേരിയ, കമ്പമല എന്നിവിടങ്ങളിലെ 4 കൂപ്പുകളിൽ നിന്നായി 29,000 മീറ്റർ ബ്രോഡ് ഗേജ് സ്ലീപ്പറുകളും 1500 മീറ്റർ നാരോ ഗേജ് സ്ലീപ്പറുകളുമാണ് 10 വർഷം കൊണ്ട് ശേഖരിച്ചത്. പേരിയയിൽ മാത്രം 3358 ഹെക്ടർ കാട് സ്ലീപ്പറുകൾക്കായി നശിപ്പിച്ചു. 1875 ആയപ്പോഴേക്കും വയനാട്ടിൽ 1 ഡസനിലേറെ വൻകിട കാപ്പിത്തോട്ടങ്ങൾ ഉയർന്നു വന്നു. മാനന്തവാടി ഇതിനകം യൂറോപ്യൻ ക്ലബും റേസ് കോഴ്സുമുള്ള ഒരു യൂറോപ്യൻ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. വനവിഭവങ്ങളുടെ ചൂഷണം, തോട്ട വ്യവസായത്തിൻ്റെ വ്യാപനം എന്നിവയോടൊപ്പം മറ്റ് മേഖലകളിലും ഇംഗ്ലീഷ് കമ്പനികൾ ഭാഗ്യപരീക്ഷണം നടത്തുകയുണ്ടായി. വയനാടിൻ്റെ സമൃദ്ധി പരമാവധി ചൂഷണം ചെയ്യാനുള്ള ഈ മത്സരത്തിനിടയിലാണ് ഇവിടെ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് 1798 ബോംബെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ജോനാഥൻ ഡങ്കനായിരുന്നു അന്ന് ബോംബെ ഗവർണർ. ബ്രിട്ടീഷ് ആധിപത്യം ആരംഭിച്ചതോടെ ഭരണാധികാരികൾ ഈ പ്രദേശത്തെ വിഭവങ്ങൾ എങ്ങനെ തങ്ങളുടെ ആവശ്യത്തിന് കൊള്ളയടിക്കാമെന്ന ചിന്തയിലായിരുന്നു. ഈ കാലഘട്ടം ലോകം മുഴുവൻ
സ്വർണത്തിന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു. അമേരിക്കയിലെ കാലിഫോർണിയ തീരത്തേക്കുള്ള കുടിയേറ്റം പ്രത്യേകിച്ചും സ്വർണത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആ അവസരമാണ് ജില്ലാ കലക്ടർമാർ വയനാട്ടിൽ നിന്നും മറ്റും ഇവിടെ സ്വർണ്ണമരിക്കുന്ന സമ്പ്രദായം രീതി നിലവിലുണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇതോടെ നിരവധി സ്വർണ്ണ ഖനന കമ്പനികൾ ലണ്ടനിൽ നിന്ന് വയനാട്ടിലേക്ക് വിദഗ്ധരെ അയച്ച് സ്വർണ്ണ ഖനനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് ആരാഞ്ഞു. വർഷങ്ങളോളം നീണ്ട പഠനങ്ങൾക്കൊടുവിൽ ഈ പ്രദേശങ്ങളിൽ സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് തെളിഞ്ഞു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ വയനാടൻ മലനിരകളിലെ സ്വർണ്ണ നിക്ഷേപം ഒരു പൊതുവായ അറിവായിരുന്നു. പണ്ടുമുതലേ കൊരുമ്പേർ, പണിയർ തുടങ്ങിയ ഗോത്രവർഗക്കാർ അവരുടേതായ രീതികളിൽ ചെറിയ തോതിൽ സ്വർണം അരിച്ചെടുത്തിരുന്നു. എന്നിരുന്നാലും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇക്കാര്യത്തിൽ ഇടപെടുന്നതുവരെ ഇതിനെപ്പറ്റി വിശദമായ ഒരു വിശകലനം നടത്തിയിട്ടില്ലായിരുന്നു. സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ സത്യാവസ്ഥ 1807 ഡോക്ടർ ബുചനൻ ദൃഢീകരിച്ചിരുന്നു. 1813 ഡോക്ടർ ഐംസ് ലീ തെക്ക് കിഴക്കൻ വയനാട്ടിലെ സ്വർണ്ണ നിക്ഷേപം സ്ഥിരീകരിച്ചു. 1827 മിസ്റ്റർ യങ് നീലഗിരി പുഴയുടെ തീരത്തുള്ള സ്വർണ്ണ ഖനനത്തിന് നിർദ്ദേശം നൽകി. 1830 മിസ്റ്റർ TH ബാബേർ നീലഗിരിയിലും കുണ്ട പർവ്വതങ്ങളിലും സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തി. മലബാർ ജില്ലാ കളക്ടറും ബ്രിട്ടീഷ് സ്വർണ്ണ ഉപഭോക്താവുമായ ഷെഫീൽഡ് ഇവിടുത്തെ സ്വർണ്ണ ലഭ്യതയെക്കുറിച്ച് ശക്തമായ തെളിവുകൾ നൽകുന്നുണ്ട്. രാജ്യത്തെ സ്വർണത്തിൻ്റെ 10% തൻ്റെ ദേശത്തു നിന്നും ഖനനം ചെയ്തെടുത്തതാണെന്ന് നിലമ്പൂർ രാജാവിൻ്റെ പ്രഖ്യാപനവും മലബാറിലെ സ്വർണ്ണ നിക്ഷേപത്തിന് ഉറപ്പു നൽകുന്നു. മലബാറിൽ കൂടുതൽ സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തിയിരുന്നത് നിലമ്പൂരിലെ ചാലിയാർ പുഴയുടെ തീരങ്ങളിലായിരുന്നു. ചാലിയാർ പുഴയിലെ സ്വർണ്ണ തരികളുടെ ഉറവിടം വയനാടാണെന്ന് മനസ്സിലാക്കിയതോടെ ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വയനാടായി. നിലമ്പൂർ കാടുകളിലും മറ്റും ഒഴുകി വരുന്ന പുഴയുടെ തീരങ്ങളിൽ സ്വർണ്ണ മണൽത്തരികൾ അല്പാൽപ്പം നിലനിന്നിരുന്നത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാമായി രാവിലെ മുതൽ ഊറ്റിയരിക്ക് വൈകുന്നേരം വരെ മാർക്കറ്റിലേക്ക്. ഈ കാരണം കൊണ്ട് വയനാട്ടിലും അതുപോലെ നിലമ്പൂർ കാടുകളിലുമെല്ലാം തന്നെ സ്വർണമുണ്ട് എന്നൊരാശയം യൂറോപ്യൻ ഭരണാധികാരികൾ മനസ്സിലാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദങ്ങളിൽ വയനാടൻ മലനിരകളിൽ മറഞ്ഞുകിടക്കുന്ന നിഗൂഢ നിക്ഷേപങ്ങൾ തേടി യൂറോപ്യന്മാർ ചുരങ്ങൾ കയറി തുടങ്ങി. വയനാടൻ മണ്ണിൽ സ്വർണത്തിൻ്റെ അമൂല്യ നിക്ഷേപമുണ്ടെന്നും ചുരുങ്ങിയ ചെലവിൽ വൻതോതിൽ സ്വർണം കുഴിച്ചെടുക്കാമെന്നും യൂറോപ്യന്മാർക്കിടയിൽ വാർത്ത പരന്നു. തെക്ക് കിഴക്കൻ വയനാട്ടിലെ ചില ഭാഗങ്ങളിൽ ഒരു പരിധിവരെ സ്വർണ്ണ മിശ്രിതമായ പാറകൾ സുലഭമായി കാണാമെന്ന് ഭൂഗർഭ വകുപ്പിൻ്റെ മദിരാശിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന മിസ്റ്റർ W. കിങ് തിരുവിതാംകൂറിൻ്റെ ഭൂഗർഭ ഘടനയെക്കുറിച്ച് ഒരു രൂപരേഖ എന്ന തൻ്റെ രേഖയിൽ മലബാറിലും കൊച്ചിയിലും നടത്തിയ അനുബന്ധ പരിശോധനകളെ പരാമർശിക്കുന്നിടത്ത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പറയുന്നതും സാമുവൽ ജെന്നിങ്സിൻ്റെ മൈ വിസിറ്റ് ടു ദി ഗോൾഡ് ഫീൽഡ്സ് ഇൻ സൗത്ത് ഈസ്റ്റ് വയനാട് എന്ന പുസ്തകത്തിലെ പരാമർശങ്ങളും ഇവിടുത്തെ സ്വർണ്ണ സാന്നിധ്യത്തിന് പിന്തുണയേകുന്നു. 1874 ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന വിതേഴ്സ് എന്നയാൾ സ്വർണ്ണ ഖനനത്തിനായി ആൽഫ ഗോൾഡ് മൈൻ എന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരുന്നു മിസ്റ്റർ സ്റ്റേഡ്. വയനാട്ടിൽ ആദ്യമായി സ്വർണ്ണ ഖനനം നടത്തിയ കമ്പനിയായിരുന്നു ഇവരുടേത്. ദേവാലയ്ക്കടുത്ത് 1000 ഏക്കർ സ്ഥലം ആൽഫ ഗോൾഡ് മൈൻ കമ്പനി ചാർത്തി വാങ്ങി. സ്റ്റേണിന് സ്വർണ്ണ ഖനനത്തിൽ 8 വർഷത്തെ പരിചയ സമ്പത്തുണ്ടായിരുന്നു. എന്നാൽ സ്റ്റേണിൻ്റെ ശ്രമങ്ങൾ സഫലമാകാതെ വന്നപ്പോൾ വിതേഴ്സ് മിൻചിനെ തൻ്റെ പങ്കാളിയാക്കി. ഇതേ തുടർന്ന് 33 ഇംഗ്ലീഷ് സ്വർണ്ണ ഖനന കമ്പനികൾ ചുരുങ്ങിയ കാലയളവിൽ വയനാട്ടിൽ സ്ഥാപിക്കപ്പെട്ടു. അങ്ങനെ വയനാട്ടിൽ സ്വർണമുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെട്ടതോടുകൂടെ ലണ്ടനിൽ അനേകം മൾട്ടിനാഷണൽ കമ്പനികൾ രൂപീകരിച്ചതായി തമിഴ്നാട് ആർക്കൈവ്സിലെ രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 4 മില്യൺ സ്റ്റെർലിംഗാണ് ഇതിനായി ചെലവഴിച്ചതെന്നാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. ഇവർ തരിയോട്, ചൂരൽമല, തവിഞ്ഞാൽ, മേപ്പാടി, വൈത്തിരി, ദേവാല, ചേരമ്പാടി, പന്തലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1880കളിൽ വന്യവും ഭ്രാന്തവുമായ കൈവിട്ടുകളിയായി മാറി വയനാട്ടിലെ സ്വർണ്ണ ഖനന യത്നങ്ങൾ. ഇന്ന് വൈത്തിരി തരുവണ റോഡായി അറിയപ്പെടുന്ന പഴയ മാനന്തവാടി വൈത്തിരി റോഡിനെ കുതിരപ്പാണ്ടി റോഡെന്നായിരുന്നു പറഞ്ഞിരുന്നത്.
18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിനു വേണ്ടി നിർമ്മിച്ച തെക്കേ വയനാട്ടിലെ ആദ്യത്തെ റോഡാണിത്. അന്ന് തെക്കേ വയനാട്ടിൽ നിന്ന് മാനന്തവാടിയിലേക്ക് എത്താനുള്ള ഏക മാർഗവും ഇതായിരുന്നു. മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്ക് സൈന്യത്തെ എത്തിക്കാൻ വേണ്ടിയുള്ള റോഡായിരുന്നു ഇത്. ഇത് കടന്നു പോകുന്നത് മലബാറിലെ അതിപുരാതന നഗരങ്ങളിലൊന്നായ തരിയോടിലൂടെയാണ്. ഈ റോഡിലെ 16-ാം മൈൽ ഭാഗത്ത് പുതുശ്ശേരി പുഴയ്ക്ക് പാലമില്ലായിരുന്നു. അവിടെ വലിയ ഓടപ്പാണ്ടി ഉണ്ടാക്കി കയറ് ബന്ധിച്ച് പുഴയുടെ മറുകരയിൽ നിന്ന് കുതിരകളെ കൊണ്ട് വലിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയായിരുന്നു ടിപ്പു പട്ടാളക്കാരെ പുഴ കടത്തിയിരുന്നത്. കുതിര വലിക്കുന്ന പാണ്ടി ആയതിനാൽ കുതിരപ്പാണ്ടി എന്ന പേരുണ്ടായി. കുതിരപ്പാണ്ടി പുഴ എന്ന പേരിൻ്റെ കാരണവും ഇതുതന്നെ. മലബാറിൽ ബ്രിട്ടീഷ് ആധിപത്യം ഉറച്ചതോടെ കുതിരപ്പാണ്ടി റോഡ് വികസിപ്പിച്ച് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റിയ രൂപത്തിലാക്കി. ഈ കാലഘട്ടത്തിലാണ് ബ്രിട്ടനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഗോൾഡ് മൈൻസ് ഇന്ത്യ എന്ന കമ്പനി മിസ്റ്റർ സ്മിത്ത് മൂൺ എന്ന ഓസ്ട്രേലിയക്കാരൻ്റെ നേതൃത്വത്തിൽ തരിയോടിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. നീലഗിരിയിൽ നിന്ന് നേർ എതിർദിശയിൽ കിടക്കുന്ന വയനാടിൻ്റെ ഭാഗമായിട്ടുള്ള തരിയോട് ആദ്യമായിട്ട് ഒരു സ്വർണ്ണഖനന സംരംഭം ആരംഭിച്ചത് സ്മിത്ത് എന്ന് പറയുന്ന ഒരു യൂറോപ്യനാണ്. അദ്ദേഹം വാസ്തവത്തിൽ പ്ലാന്റേഷൻ നഷ്ടത്തിലായപ്പോൾ സ്വർണ്ണഖനനത്തിലേക്ക് വന്നൊരാളാണ്. അദ്ദേഹത്തിൻ്റെ കാപ്പിത്തോട്ടം വലിയ നഷ്ടത്തിൽ, കാപ്പിക്ക് എന്തോ ഒരു പകർച്ചവ്യാധി അക്കാലത്ത് വ്യാപകമായിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടി അദ്ദേഹം സ്വർണ്ണഖനനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആണ് അതിനെ പ്രേരിപ്പിച്ചത്. അങ്ങനെ തരിയോടൊരു സ്വർണ്ണഖനന സംരംഭം ആരംഭിച്ചു. സ്മിത്ത് ബ്രിട്ടീഷുകാരനാണെന്ന വാദങ്ങൾ ഉണ്ടെങ്കിലും സ്മിത്തിൻ്റെ സ്വദേശത്തെ പറ്റിയുള്ള വ്യക്തമായ തെളിവുകൾ ലഭ്യമല്ല. തരിയോടിനടുത്ത് ചൂരാണിയിൽ 1000 ഏക്കറോളം വനഭൂമി പതിച്ചെടുത്ത മിസ്റ്റർ സ്മിത്തും ഭാര്യ ലിസി സ്മിത്തും അവിടെ ബംഗ്ലാവുകളും തൊഴിലാളികൾക്കുള്ള പാർപ്പിടങ്ങളും മറ്റും സ്ഥാപിച്ചു. ലിസി സ്മിത്ത് ലേഡി സ്മിത്ത് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഖനനത്തിനായി പതിച്ചു വാങ്ങിയ ഭൂപ്രദേശം അറിയപ്പെട്ടിരുന്നതും ലേഡി സ്മിത്ത് എസ്റ്റേറ്റ് എന്നാണ്. കമ്പനിയുടെ ആവശ്യത്തിനായി പോലീസ് ഔട്ട് പോസ്റ്റ്, സത്രം, ക്രിസ്ത്യൻ പള്ളി മുതലായവ ആരംഭിക്കുകയും ചെയ്തു. ഇമ്പീരിയൽ ബാങ്കിൻ്റെ ഒരു ശാഖയും തരിയോട് പ്രവർത്തിച്ചിരുന്നു. താണ്ടിയോട്, വട്ടം, കാട്ടിമട അഥവാ കാട്ടിമല, കരിമ്പിൻ തോട്, കോശാനി മുതലായ പ്രദേശങ്ങളിലായിരുന്നു ഖനനം നടത്തിയിരുന്നത്. തരിയോട് പ്രദേശത്ത് താണ്ടിയോട് എന്ന് പറയുന്ന പ്രദേശത്താണ് അവർ അതിൻ്റെ ഖനനത്തിൻ്റെ ആരംഭം കുറിച്ചത്. താണ്ടിയോടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ടതും ബാണാസുര മലയുടെ താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്ന വൻ പാറക്കൂട്ടങ്ങളടങ്ങുന്ന ഒരു ഭൂപ്രദേശം. കുതിരപ്പാണ്ടി റോഡിൻ്റെ അരികിലായി തരിയോട് ഒരു ക്രിസ്ത്യൻ പള്ളിയും ടൂറിസ്റ്റ് ബംഗ്ലാവും ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് അവ പഴകി ജീർണിച്ച് നശിച്ചുപോയി. 1990 കാലം വരെ ഈ 2 സ്ഥാപനങ്ങളുടെയും സ്ഥലങ്ങൾ സർക്കാർ വകയായി കിടന്നിരുന്നു. പഴയകാലങ്ങളിലെ ആധാരങ്ങളിൽ, ഈ പ്രദേശത്തുള്ള ആധാരങ്ങളിൽ സ്മിത്തിൻ്റെ ഭൂമിയുടെ പേര് പരാമർശിക്കപ്പെടുന്നതായിട്ട് കാണാം. കുതിരപ്പാണ്ടി റോഡിൽ 10-ാം മൈലിൽ ഒരു മുസാവരി പാലവും മുസാവരി ബംഗ്ലാവും ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ 90കളിൽ കാണാമായിരുന്നു. ഇന്ന് ആ പേരുകൾ തന്നെ വിസ്മൃതിയിലായി. മുൻ പറഞ്ഞ മുസാവരി ബംഗ്ലാവിന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലായി യൂറോപ്യൻ മോഡൽ ബംഗ്ലാവും ഉണ്ടായിരുന്നു. ഇതിലെ ഒരു ബംഗ്ലാവ് എസ്റ്റേറ്റ് ഓഫീസും മറ്റേത് ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണ ഖനന ഓഫീസുമായിരുന്നു. 1990 കാലം വരെ ബംഗ്ലാവിൻ്റെ അവശിഷ്ടങ്ങൾ, ചില ഇരുമ്പ് സാധനങ്ങൾ, കുന്നുപോലെ കൂട്ടിയിട്ടിരുന്ന മദ്യക്കുപ്പികൾ എന്നിവ ഇവിടെ കാണാനുണ്ടായിരുന്നു. പിന്നീട് ഈ ഭാഗത്തേക്ക് കുടിയേറിയ ആളുകൾ ആ കുപ്പികളെല്ലാം എടുത്തുകൊണ്ടുപോയി. തെരുവപ്പുല്ല് കൃഷി ഉണ്ടായിരുന്നതിനാൽ തൈലം സൂക്ഷിച്ചു വയ്ക്കാൻ ആ കുപ്പികൾ അവർ ഉപയോഗിച്ചു. ബംഗ്ലാവിൻ്റെ തറയും തൂണുകളും മാത്രമാണിപ്പോൾ അവശേഷിച്ചിട്ടുള്ളത്. ഈ ബംഗ്ലാവിലേക്ക് മെറ്റൽ ചെയ്ത റോഡും റോഡിന് കലുങ്കുകളുമുള്ളത് ഇന്നും കാണാൻ സാധിക്കും. ബംഗ്ലാവ് സ്ഥാപിച്ചിരുന്ന കുന്നിന് ബംഗ്ലാംകുന്ന് എന്ന് തന്നെയാണ് ഇപ്പോഴുമുള്ള പേര്. എസ്റ്റേറ്റിൽ അറബി കാപ്പിയും പഴവർഗ്ഗങ്ങളുമാണ് കൃഷി ചെയ്തിരുന്നത്. തണുപ്പ് കൂടുതൽ മൂലം കൃഷികൾ പരാജയപ്പെടുകയാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. കൂടാതെ കാപ്പികൾക്കേറ്റ പകർച്ചവ്യാധിയും കൃഷിയുടെ പരാജയത്തിന് കാരണമായി. കൃഷി നഷ്ടത്തിലായപ്പോൾ ആ സ്ഥലങ്ങൾ കൂടി സ്വർണ്ണ ഖനനത്തിനായി ഉപയോഗിച്ചു. ഖനനത്തിന് വേണ്ടി ഉണ്ടാക്കിയ വലിയ കുഴികളും തുരങ്കങ്ങളും ഇന്നും ലേഡി സ്മിത്ത് ഫോറസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും കാണാൻ സാധിക്കും.
എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഏതാണ്ട് 1990-കളിലൊക്കെ തന്നെ ഈ ഗുഹകളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ അവിടെയൊക്കെ ഇത് വലിച്ചു കയറ്റുന്നതിനുള്ള ട്രോളികളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ സ്മിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വർണ്ണ ഖനനം വിജയകരമല്ലാതായി തീർന്നതോടെ നഷ്ടം മൂലം കമ്പനിയുടെ പ്രവർത്തനം നിൽക്കുമെന്ന മട്ടിലായി. എന്നാൽ കമ്പനിയുടെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ സ്മിത്ത് സായിപ്പ് ബ്രിട്ടനിലെ കമ്പനി പാർട്ട്ണർമാരെ സമീപിച്ചു. ഇത്തവണ ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ശേഖരിച്ച സ്വർണം തങ്ങളുടെ കമ്പനി ഉൽപ്പാദിപ്പിച്ചതാണെന്ന വ്യാജേന അവരെ കാണിച്ച് ബോധ്യപ്പെടുത്തി വീണ്ടും പണം വാങ്ങി ഇന്ത്യയിലേക്ക് വന്നു. എന്നാൽ കമ്പനിയുടെ പ്രവർത്തനത്തെപ്പറ്റി പാർട്ട്ണർമാർക്ക് സംശയം ജനിച്ചതോടെ സ്മിത്തിന് സ്വദേശത്തേക്ക് പോകാൻ കഴിയാതാവുകയും കമ്പനി പൊളിയുകയും ചെയ്തു. ഇതേ തുടർന്ന് സ്മിത്ത് ബംഗ്ലാവും കമ്പനിയും ഡൈനമൈറ്റ് വെച്ച് തകർത്ത ശേഷം ആത്മഹത്യ ചെയ്യുകയാണുണ്ടായത്. ഇന്ന് അതെല്ലാം വികൃതമായ ചിത്രങ്ങൾ മാത്രമാണ്. സ്വർണ്ണഖനി പൂട്ടിയതോടെ മുൻപറഞ്ഞ പള്ളിയും ടൂറിസ്റ്റ് ബംഗ്ലാവും ഉപയോഗിക്കാൻ ആളില്ലാതെ ജീർണിച്ച് നശിച്ചുപോയി. ലേഡി സ്മിത്ത് മരണത്തിന് മുമ്പ് തന്നെ എസ്റ്റേറ്റ് മദ്രാസ് ഗവൺമെന്റിന് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. 1882 മദ്രാസ് ഫോറസ്റ്റ് ആക്ട് സെക്ഷൻ 16 വ്യവസ്ഥകളനുസരിച്ച് 1904, 1911, 1914 എന്നീ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷനുകളിലൂടെ പഴയ ലേഡി സ്മിത്ത് എസ്റ്റേറ്റായിരുന്ന ഇന്നത്തെ ലേഡി സ്മിത്ത് ഫോറസ്റ്റ് സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചു. ഇതിനെതിരെ ലേഡി സ്മിത്തിൻ്റെ മകൾ മദ്രാസ് ഹൈക്കോർട്ടിൽ പരാതിപ്പെട്ടിരുന്നെങ്കിലും അവർക്ക് അനുകൂലമായ വിധി വന്നില്ല. 1351.91 ഹെക്ടർ സ്ഥലമാണ് ലേഡി സ്മിത്ത് റിസർവ്ഡ് ഫോറസ്റ്റ്. സ്മിത്തിൻ്റെ ഖനനത്തെ പറ്റിയുള്ള എഴുതപ്പെട്ട രേഖകൾ കുറവാണ്. 1878-79 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓസ്ട്രേലിയൻ ജിയോളജിസ്റ്റായ RB സ്മിത്തിനെ വയനാട്ടിലെ സ്വർണ്ണ ഖനനത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ ഇവിടേക്ക് വരുത്തിയിട്ടുണ്ടെന്ന് ചില പഴയകാല ബ്രിട്ടീഷ് രേഖകൾ തെളിവുകൾ നൽകുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ചില ഖനന കമ്പനികളുടെ മേൽനോട്ടം വഹിച്ചിട്ടുണ്ടെന്നും 1880 റിപ്പോർട്ട് ഓൺ ദി ഗോൾഡ് മൈൻസ് ഓഫ് ദി സൗത്ത് ഈസ്റ്റേൺ പോർഷൻ ഓഫ് ദി വയനാട് ആൻഡ് ദി കാർക്കൂർ ഘട്ട് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നും ചില ആദ്യകാല ബ്രിട്ടീഷ് രേഖകളിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാലും RB സ്മിത്ത് തന്നെയാണ് തരിയോടിൽ ഖനനം നടത്തിയ സ്മിത്ത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. വയനാട്ടിലെ സ്വർണ്ണ ഖനനത്തിനായി ധാരാളം പ്രകൃതി വിഭവങ്ങളെ ചൂഷണം ചെയ്തിരുന്നു. വൻതോതിൽ കാടുകൾ നശിപ്പിക്കപ്പെട്ടു. എന്നാൽ അത് നാടിൻ്റെ വികസനത്തിലേക്ക് വഴിതെളിച്ചെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ തരിയോടിന് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയും. യഥാർത്ഥത്തിൽ ലാഭങ്ങൾ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഇവർ ഈ ഖനനം നടത്തുന്നതോടൊപ്പം തന്നെ അവരുടെ ആരാധനാ സമ്പ്രദായം, പ്രത്യേകിച്ച് മിഷണറി പ്രവർത്തനം ഇവിടെ ആരംഭിച്ചു. നിയമ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷൻ ഒക്കെ വന്നതോടുകൂടി ആളുകൾക്ക് സർക്കാരിനെയും ഗവൺമെൻറ്റിനെയും ഒക്കെ നേരത്തേക്കാൾ കുറേ കൂടെ പേടിയുണ്ടാവുകയും ജീവിതം കുറേ കൂടെ ചിട്ടയാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ബാങ്ക് എന്ന് വന്നതോടുകൂടി ധന ഇടപാടുകൾക്ക് കൊടുക്കൽ വാങ്ങലുകൾ ഒരു ശീലമാണ്. ഇതൊക്കെ ആ കാലഘട്ടത്തിൽ പുതിയ സമ്പ്രദായങ്ങളാണ് ഈ ബ്രിട്ടീഷ് കമ്പനി നമ്മളുടെ തരിയോട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ ഗുണങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നു, ഒരുപാട് ആളുകൾക്ക് പണി കിട്ടി. ഇതൊക്കെ അതുകൊണ്ടുണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം, ടിപ്പു സുൽത്താനാണ് യഥാർത്ഥത്തിൽ വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകൾ ഒക്കെ നിർമ്മിച്ചത്. പ്രത്യേകിച്ച് തരിയോടുകൂടി കടന്നു പോകുന്ന വൈത്തിരി തരുവണ കുതിരപ്പാണ്ടി റോഡ് എന്ന് പറയുന്നത് തന്നെ ഈ ടിപ്പു സുൽത്താൻ്റെ നിർമ്മിതിയാണ്. ടിപ്പു സുൽത്താൻ്റെ കയ്യിൽ നിന്ന് അധികാരം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തപ്പോൾ ഈ റോഡുകളൊക്കെ തന്നെ ഈ പറയുന്ന ഖനന ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ നല്ല രൂപത്തിൽ ബ്രിട്ടീഷുകാർ നന്നാക്കി എന്നുള്ളത് തരിയോടിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. മറ്റൊന്ന്, പുതിയ കൃഷിരീതികൾ. വയനാട്ടുകാർക്ക് പരിചിതമില്ലാത്ത തേയില പോലെയുള്ള കൃഷിരീതികൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ശാസ്ത്രീയമായ കൃഷി രീതികൾ ഒക്കെ അവലംബിക്കുന്നതിന് ഇവരുടെ ഒരു വരവ് പ്രചോദനം ചെയ്തിട്ടുണ്ട്. നേരത്തെ ആകെ ചെയ്തുകൊണ്ടിരുന്നത് നെൽകൃഷി അല്ലെങ്കിൽ ചോള, തിനം പോലെയുള്ള കൃഷികൾ മാത്രമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ശാസ്ത്രീയമായും കരയിലും ഒക്കെ തന്നെ കൃഷി ചെയ്യുന്ന തരത്തിലേക്ക് ആളുകളെ മാറ്റാനും ഈ പറയുന്ന പണിയര ഉൾപ്പെടെയുള്ള ആളുകളെ കൂടുതൽ കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ ഈ ബ്രിട്ടീഷുകാരുടെ ഈ കമ്പനിയുടെ വരവ് സഹായിച്ചിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന ജനവിഭാഗത്തിനിടയിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കുടിയേറ്റക്കാർ വരികയുണ്ടായി. മറ്റൊന്ന്,
സ്വർണത്തെ തിരിച്ചറിയുന്നുള്ള തട്ടാമാരുൾപ്പെടെയുള്ള ആളുകളെ ഈ കമ്പനി കൊണ്ടുവന്നിരുന്നു. അപ്പം അവര് ഈ പ്രദേശത്ത് താമസിക്കുകയും ഇവിടുത്തെ അന്തേവാസികളായി മാറുകയും ചെയ്തു. പക്ഷെ നഷ്ടമുണ്ടായത് ഈ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വരികയും റെയിൽവേ പാലങ്ങൾക്കും റെയിൽവേക്കുമൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വൻതോതിൽ ഈ പറയുന്ന താണ്ടിയോട് ഉൾപ്പെടെ ലേഡി സ്മിത്ത് ഫോറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്ന നിബിഡ വനമേഖലകളിൽ കടന്നു കയറി ആ വനം പൂർണ്ണമായും വെട്ടിവെളിപ്പിച്ച് കടത്തിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വയനാട്ടിലെ ആദ്യകാല പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായ ഇന്നത്തെ വൈത്തിരി പോലീസ് സ്റ്റേഷൻ പണ്ട് സ്മിത്തിന്റെ നേതൃത്വത്തിൽ തരിയോടിൽ ആരംഭിച്ച പോലീസ് സ്റ്റേഷനായിരുന്നു. പിന്നീടാണ് അത് വൈത്തിരിയിലേക്ക് മാറ്റപ്പെട്ടത്. 1899 കോഴിക്കോട് സ്ഥാപിതമായ നെടുങ്ങാടിയ ബാങ്കാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്കായി കണക്കാക്കുന്നത്. എന്നാൽ അതിനും മുമ്പ് 1880കളിൽ തന്നെ സ്മിത്തിന്റെ നേതൃത്വത്തിൽ തരിയോടിൽ ഒരു ബാങ്കിന്റെ ശാഖ തുടങ്ങിയതായി പറയപ്പെടുന്നുണ്ട്. ഖനനത്തിനായി ധാരാളം കാടുകൾ നശിപ്പിക്കപ്പെട്ടതോടെ ചെടിനീര് കുടിച്ചു കഴിഞ്ഞിരുന്ന ആൺകൊതുകുകളുടെ എണ്ണം കുറഞ്ഞു. അതിനാൽ സ്വർണ്ണ ഖനനം നടന്ന വർഷങ്ങളിൽ മലേറിയയുടെ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ എണ്ണം വയനാട്ടിൽ കുറഞ്ഞതായി ചില ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലുകളിൽ പറയുന്നുണ്ട്. ആയിരത്തി 1880കളായപ്പോഴേക്കും 33 ഇംഗ്ലീഷ് കമ്പനികൾ മത്സരിച്ച് സ്വർണ്ണ ഖനനം നടത്തിയെങ്കിലും 1-2 വർഷം കഴിഞ്ഞിട്ടും സ്വർണ്ണ ഖനനം ലാഭകരമായില്ല. ലണ്ടനിൽ നിന്നെത്തിയ ഹോൺ, ഡാർലിംഗ്ടൺ, AG ചാർലിട്ടൺ എന്നിവർ ചില സ്വർണ്ണ ഖനികളിൽ വിദഗ്ധ പരിശോധന നടത്തിയതിന് ശേഷം അപ്പോഴുള്ള സാങ്കേതിക സൗകര്യം ഉപയോഗിച്ചുള്ള ഖനനം വാണിജ്യാടിസ്ഥാനത്തിൽ ലാഭകരമായിരിക്കുകയില്ലെന്ന് അഭിപ്രായപ്പെട്ടതോടെ പല കമ്പനികളും ഖനനം നിർത്തിവെച്ചു. സ്വർണ്ണ ഖനനം പരാജയത്തിൽ കലാശിച്ചപ്പോൾ ആ സ്ഥലങ്ങൾ കൂടി തോട്ടം കൃഷിക്കായി ഉപയോഗിച്ചു. വയനാട്ടിലെ വൻതോതിലുള്ള കാപ്പി, തേയില തോട്ടങ്ങളുടെ കാരണവും ഇതായിരുന്നു. സ്വർണവും അഭ്രവും മറ്റ് ധാതുക്കളും ഖനനം ചെയ്യുവാനായി അക്കാലത്ത് നടത്തിയ ശ്രമങ്ങളുടെ സ്മാരകങ്ങളായി വയനാട്ടിൽ പലയിടത്തും നിരവധി തുരപ്പുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സ്വർണം വേണ്ടത്ര മൂപ്പെത്താതെ പോയതിനാലായിരുന്നു തരിയോടിൽ ഖനനം ലാഭകരമല്ലാതായി തീർന്നതെന്നും 50-70 വർഷങ്ങൾ കഴിയുമ്പോൾ സ്വർണത്തിന് മൂപ്പെത്തുമെന്നുമൊക്കെയാണ് കേട്ടിരുന്നത്. ഏതായാലും 1952 കേന്ദ്ര ജിയോളജിക്കൽ വകുപ്പിൻ്റെ വക അന്വേഷണ ഗവേഷണങ്ങളെല്ലാം നടത്തിയിരുന്നു. ഗവേഷണത്തിൽ ഈ പ്രദേശത്ത് സ്വർണമുണ്ടെന്ന് തന്നെയാണ് ബോധ്യമായത്. തുടർ പഠനങ്ങൾക്കും ഖനന പ്രക്രിയകൾക്കും ജവഹർലാൽ നെഹ്റു അനുമതി നൽകിയിരുന്നു. പക്ഷേ ഖനന പ്രക്രിയകളൊന്നും തന്നെ ആരംഭിച്ചില്ല. ഇനി അതിനുള്ള സാധ്യതകൾ വളരെ വിരളവുമാണ്. കാരണം മറ്റൊന്നുമല്ല, സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ നല്ലൊരു ഭാഗവും ബാണാസുര സാഗർ പദ്ധതിയുടെ സംഭരണി മേഖലയായി കഴിഞ്ഞിരിക്കുന്നു. വയനാട്ടിലെ സ്വർണ്ണ ഖനനം നഷ്ടങ്ങളിലേക്ക് വഴിതെളിച്ചപ്പോൾ ഖനന കമ്പനികൾ വയനാട്ടിൽ നിന്നും ഇറങ്ങിയത് കോലാറിലേക്കായിരുന്നു. അങ്ങനെ 1890കളിൽ കോലാറിലെ സ്വർണ്ണ ഖനന പ്രക്രിയകൾ കാക്കം കൂടി. സ്വർണ്ണ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ 6 അടിയോളം പൊക്കമുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്നും സ്വർണത്തിൻ്റെ അയിര് ചേർന്നുള്ള മണ്ണും പാറക്കഷ്ണങ്ങളും ശേഖരിച്ച ശേഷം യന്ത്രങ്ങളുടെ സഹായത്തോടെ അതിൽ നിന്നും സ്വർണം അരിച്ചെടുക്കുന്ന രീതിയായിരുന്നു ഇംഗ്ലീഷ് ഖനന കമ്പനികൾ ഇവിടെ പ്രധാനമായും ചെയ്തിരുന്നത്. ഇതിനായി സ്വർണ്ണ ശുദ്ധീകരണ ഫാക്ടറിയും ഉണ്ടായിരുന്നു. ഖനനത്തിനായി കുഴിച്ച കുഴികളും തുരങ്കങ്ങളും ഇവിടെ ഇന്നും കാണാൻ സാധിക്കും. തുരങ്കങ്ങൾ പല കൈവഴികളായി തിരിഞ്ഞു പോകുന്നവയായിരുന്നു. അവയിൽ പലതും ഇന്ന് മണ്ണിടിഞ്ഞ് മൂടിപ്പോയിട്ടുണ്ട്. വലിയ പാറകളിൽ ചെറിയ കുഴികൾ പോലെ ഉണ്ടാക്കി അതിൽ സ്വർണ്ണാംശമടങ്ങിയ വെള്ളാരം കല്ലുകൾ പോലുള്ള ചെറിയ കല്ലുകളിട്ട് ഇടിച്ചു പൊടിച്ച ശേഷം അതിനുള്ളിലെ സ്വർണ്ണത്തരികൾ എടുക്കുന്ന നാടൻ രീതിയും അന്നുണ്ടായിരുന്നു. മലയിൽ നിന്നും കുത്തി ഒലിച്ചു വരുന്ന മഴവെള്ളപ്പാച്ചിലുകളിൽ നിന്നും ചില പ്രത്യേക അരിപ്പ പോലുള്ള ഉപകരണങ്ങൾ വഴി സ്വർണത്തിൻ്റെ തരികൾ അരിച്ചെടുക്കുകയായിരുന്നു ചില ഗോത്ര സമൂഹങ്ങൾ ചെയ്തിരുന്നത്. മലപ്പുറം ജില്ലയിലെ ചാലിയാറിലെ മണൽ അരിച്ച് സ്വർണം ശേഖരിച്ചവരും കുറവല്ല. തുടക്കത്തിൽ മലപ്പുറത്ത് നിന്നും കൊണ്ടുവന്ന മാപ്പിളമാരും കന്നഡിയന്മാരുമായിരുന്നു പ്രധാനമായും ഖനന തൊഴിലാളികളായി ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് തമിഴ്നാട്ടിൽ നിന്നും ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നവരാണ് ഖനന ജോലികൾ നോക്കിയിരുന്നത്. പന്തല്ലൂരിലെ കുഞ്ഞാലിക്കുട്ടി ഹാജി
ബ്രിട്ടീഷുകാർക്ക് തൊഴിലാളികളെ എത്തിച്ചു കൊടുക്കുന്നവരിൽ പ്രധാനിയായിരുന്നു. ഇദ്ദേഹം മലബാറിലെ ധാരാളം ആളുകളെ തോട്ടപ്പണികൾക്കായി ബ്രിട്ടീഷുകാർക്ക് കൈമാറി. പിന്നീട് അദ്ദേഹം ഖാൻ ബഹദൂർ കുഞ്ഞാലിക്കുട്ടി എന്നറിയപ്പെടാൻ തുടങ്ങി. സ്മിത്ത് സാഹിബും അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസി സ്മിത്തും ചേർന്ന് തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ പാടികളും ആരാധനാലയങ്ങളും ആശുപത്രിയും ഒക്കെ സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങൾ സമീപകാലം വരെ അവിടെ കാണപ്പെട്ടിരുന്നു. വയനാട്ടിൻ്റെ ഭൂമിയിൽ സ്വർണം ഉണ്ട് എന്നുള്ളത് കാര്യം തീർച്ചയാണ്. ഇന്ത്യയിലെ ജിയോളജിക്കൽ സർവേ പോലും അതിനു വേണ്ടി ചില പ്രായോഗികമായിട്ടുള്ള ചില പഠനങ്ങൾ നടത്തുകയുണ്ടായി. മദ്രാസ് ആർക്കൈവ്സിലെ രേഖകളിൽ തന്നെ വയനാട്ടിലെ സ്വർണ്ണശേഖരം എന്ന ഒരു ഫയൽ കാണാൻ കഴിയും. തരിയോടിനു പുറമെ വയനാട്ടിൽ തവിഞ്ഞാൽ, തലപ്പുഴ, വൈത്തിരി, ചുണ്ട, മേപ്പാടി, ചൂരൽമല എന്നീ സ്ഥലങ്ങളിൽ കൂടി സ്വർണ്ണ ഖനനം ഉണ്ടായിരുന്നെങ്കിലും തവിഞ്ഞാലിലെ സ്വർണ്ണ ഖനനത്തെപ്പറ്റി മാത്രമാണ് പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. മാനന്തവാടിക്ക് സമീപമുള്ള പ്രദേശമാണ് തവിഞ്ഞാൽ. അവിടുത്തെ പളുങ്കുമല, വീച്ചിപ്പാറ തുടങ്ങിയ മലകളിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ സ്വർണ്ണ ഖനനം ആരംഭിച്ചു. ജോൺസ് പ്ലേയേഴ്സ് ഗോൾഡ് മൈൻ എന്ന കമ്പനിയാണ് ഇവിടെ സ്വർണ്ണ ഖനനം ആരംഭിച്ചത്. ഖനനം ലാഭകരമല്ലാത്തതിനാൽ ആ കമ്പനിയുടെ ഖനനം നിലച്ചുപോയി. പിന്നീട് ഇംഗ്ലീഷ് ആൻഡ് സ്കോട്ടിഷ് കമ്പനിയാണ് നിലച്ചുപോയ ഖനികളും അടുത്തുള്ള സ്ഥലങ്ങളും വാങ്ങി തേയിലത്തോട്ടം പിടിപ്പിച്ചത്. പിന്നീട് തേയിലത്തോട്ടം വിറ്റു. സ്വർണ്ണഖനി ഇപ്പോഴത്തെ തേയിലത്തോട്ടങ്ങളിലെ ജോൺസൺ ഫീൽഡിലാണ്. കുറേയെല്ലാം തകർന്നു പോയിട്ടുണ്ടെങ്കിലും തേയിലത്തോട്ടത്തിന് നടുവിൽ 2-3 പൊട്ടക്കിണറുകൾ പോലുള്ള കുഴികൾ കാണാം. ആ കുഴികളിലൂടെ താഴോട്ടിറങ്ങിയാൽ ധാരാളം തുരങ്കങ്ങളുണ്ട്. പലതും 6 അടി ഉയരമുള്ളതും പല കൈവഴികളായി തിരിഞ്ഞു പോകുന്നതുമാണ്. ഖനിയുള്ള കുന്നിന് സമീപത്ത് മറ്റൊരു കുന്നിലാണ് ഗോൾഡ് മൈൻ കമ്പനിയുടെ ബംഗ്ലാവ് സ്ഥാപിച്ചിരുന്നത്. 1990 കാലം വരെ അത് തേയിലത്തോട്ടം ഡിവിഷണൽ മാനേജറുടെ ബംഗ്ലാവായിരുന്നു. ഖനിയിൽ നിന്ന് കുറച്ചകലെ സ്വർണം ശുദ്ധീകരിക്കുന്നതിനുള്ള ഫാക്ടറിയും സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ പല അവശിഷ്ടങ്ങളും 90കളിൽ കാണാമായിരുന്നു. അതിലുണ്ടായിരുന്ന ചെമ്പ്, പിച്ചള, ഇരുമ്പ് എന്നിവയെല്ലാം പണ്ടേ പൊളിച്ചു വിറ്റ് കഴിഞ്ഞിരുന്നു. അപ്പോൾ വയനാട്ടിൽ സ്വർണമുണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. പക്ഷേ അതിൻ്റെ സ്വർണം ശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ചെലവ് അന്താരാഷ്ട്ര ചെലവിനേക്കാൾ എത്രയോ മടങ്ങ് ഉപരിയായതിനാൽ അത് ലാഭകരമല്ലാത്ത നിലയിലാണ് അത് ഉപേക്ഷിക്കപ്പെട്ടത്. കേരളത്തിൽ മലബാർ മേഖലയിലെ മലയോരങ്ങളിൽ വ്യാപകമായി സ്വർണ്ണ നിക്ഷേപമുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ട് വർഷങ്ങളേറെയായി. 1952 തരിയോടിലും 1993-94 കാലഘട്ടത്തിൽ നിലമ്പൂരിലെ മരുത ഭാഗത്തും സ്വർണ്ണ നിക്ഷേപം പഠനങ്ങളിലൂടെ GSI തെളിയിച്ചിരുന്നു. തുടർ പഠനങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചതായിരുന്നെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല. മരുതയിലെ മണ്ണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ സാന്നിധ്യമുള്ള മണ്ണാണ്. മരുതയിലെ മണ്ണിൽ സ്വർണ്ണമുണ്ടെന്ന് ആദ്യം തന്നെ നാട്ടുകാർ തിരിച്ചറിഞ്ഞിരുന്നു. കാട് കയറി മഴവെള്ളച്ചാലുകളിൽ നിന്നായിരുന്നു ആദ്യം സ്വർണം ഊറ്റിയിരുന്നതെങ്കിലും പിന്നീട് കൃത്രിമമായി ചാലുകൾ ഉണ്ടാക്കി സ്വർണം അരിച്ചെടുക്കാൻ തുടങ്ങി. മരുതയിലെ വെള്ളാരം കല്ലുകളിലും ഉണ്ടായിരുന്നു സ്വർണ്ണ സാന്നിധ്യം. സ്ത്രീകളും കുട്ടികളും വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്ത് ഇടിച്ചു പൊടിച്ച് സ്വർണം അരിച്ചെടുത്തിരുന്ന ഒരു കാലം മരുതയ്ക്കുണ്ടായിരുന്നത്രേ. മരുതയിലെ സ്വർണം ഊറ്റിയെടുക്കൽ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ തുടങ്ങിയിരുന്നു. പിന്നീടത് വലിയ തോതിലായപ്പോൾ പരിസ്ഥിതിക്ക് വലിയ കോട്ടം സംഭവിച്ചു തുടങ്ങി. മലയിലുണ്ടാക്കിയ ചാലുകളിലൂടെ മണ്ണൊലിച്ചു വന്ന് മലയടിവാരത്തിലെ കൃഷിയിടങ്ങൾ നിറഞ്ഞു. അതോടെ പ്രതിഷേധവും ഉയർന്നു. അനധികൃതമായ സ്വർണ്ണ ഖനനം 1991 സർക്കാർ നിരോധിച്ചു. എന്നാൽ ഇതിനകം തന്നെ ജീവിതം കരുപ്പിടിപ്പിച്ചവർ ഈ മേഖലയിൽ കുറവല്ല. അന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഇവിടെ സ്വർണം ഖനനം ചെയ്തിരുന്നപ്പോൾ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞ ലാഭമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രവുമല്ല, പല സ്ഥലങ്ങളിലെയും സ്വർണം മൂപ്പെത്തിയിട്ടുമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ വളരെ ലാഭകരമായ രീതിയിൽ സ്വർണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര ജിയോളജിക്കൽ വകുപ്പിൻ്റെ വിലയിരുത്തൽ. ലോകത്തിലെ ഏറ്റവും വലിയ നശീകരണ പ്രവൃത്തിയായാണ് സ്വർണ്ണ ഖനനത്തെ കാണുന്നത്. അതിനാൽ കാട് കളഞ്ഞിട്ടുള്ള ഒരു സ്വർണവും വേണ്ട എന്ന നിലപാടിലാണ് പണ്ട് മുതലേ നമ്മുടെ വനം വകുപ്പ്.
ഇപ്പോൾ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകളും കൂടി വന്നതോടെ മല തുരന്നുള്ള സ്വർണമെടുപ്പ് ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുമെന്ന് ഉറപ്പായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ വയനാട്ടിലെ പല ഭാഗങ്ങളിലായി നിരവധി ഇംഗ്ലീഷ് കമ്പനികൾ സ്വർണ്ണ ഖനനം നടത്തിയിരുന്നെങ്കിലും ഖനനത്തിൻ്റെ ശേഷിപ്പുകൾ കൂടുതലും കാണാൻ സാധിക്കുന്നത് തരിയോടിലെ താണ്ടിയോട്, കോശാനി, വട്ടം, കരിമ്പിൻതോട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ്. ആസ്ട്രേലിയയിലെ വിക്ടോറിയ ഖനികളിൽ 1 ടൺ അയിര് ശുദ്ധീകരിച്ച് 3 ഷില്ലിംഗ് ലാഭം കിട്ടുമ്പോൾ വയനാട്ടിലത് 6 ഷില്ലിംഗ് 8 പൈൻസ് ആയിരിക്കുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു അവരിവിടെ ഖനനം നടത്തിയിരുന്നത്. പക്ഷേ പ്രതീക്ഷിച്ചതിലും വലിയ ഉൽപ്പാദന ചിലവാണ് അവരിവിടെ നേരിട്ടത്. മലബാർ ഗോൾഡ് റഷ്, മലബാർ ഗോൾഡ് മാനിയ എന്നെല്ലാമാണ് യൂറോപ്യൻ പത്രങ്ങൾ അന്നീ സ്വർണ്ണവേട്ടയെ വിശേഷിപ്പിച്ചിരുന്നത്. തരിയോട് ഇന്ന് നഷ്ടപ്പെട്ട ഒരു നഗരമാണ്. തരിയോട് ടൗണിൻ്റെ ഭൂരിഭാഗവും അതുപോലെ പണ്ടിവിടെ സ്വർണ്ണ ഖനനം നടത്തിയിരുന്ന പല ഖനികളും ഇന്ന് ബാണാസുര സാഗർ ഡാമിൻ്റെ സംഭരണി മേഖലയായി കഴിഞ്ഞിരിക്കുന്നു. ഈ അണക്കെട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വയനാട്ടിലെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാകുമായിരുന്നു തരിയോട്. ഇവിടുത്തെ സ്വർണ്ണ ഖനനത്തിൻ്റെ സാധ്യതകളെപ്പറ്റി വേണ്ടത്ര പഠനങ്ങൾ പോലും നടത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. മറഞ്ഞിരിക്കുന്ന നിഗൂഢ നിക്ഷേപങ്ങൾ തരിയോടിലെ ലേഡി സ്മിത്ത് ഫോറസ്റ്റിലും ബാണാസുര സാഗർ പദ്ധതിയുടെ ജലസംഭരണിക്കടിയിലുമായി ഇന്നും നിലനിൽക്കുന്നു.